നമസ്കാരം. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോ ബാലേന്ദ്ര സാറേ, നമ്മുടെ ആ രാഹുൽ ഗാന്ധി ഇത്തവണയും അമേഠിയിൽ നിന്ന് പേടിച്ചോടിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്നും പ്രധാനമന്ത്രി ആകുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാനുള്ള ഒരു പാകം എത്തിയിട്ടില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ കോൺഗ്രസ്സുകാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഇത്തവണ പേടിച്ചോടുകയാണ്. വീണ്ടും വയനാട് അഭയം പ്രാപിക്കുകയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ചു. സ്മൃതി ഇറാനിയുടെ കൂടെ തോറ്റു തുന്നം പാടിയാണ്. 55,000 വോട്ടുകളുടെ മാർജിനിൽ സ്മൃതി ഇറാനി ജയിച്ചതാണ്. പക്ഷെ ഇത്തവണ നമുക്ക് ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. കാരണം കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് നിന്ന് മുഴുവനായിട്ടും അസ്തമിച്ചു പോവുകയാണ്. കാരണം റായ്ബറേലി, അവരുടെ പരമ്പരാഗത മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ പോലും കോൺഗ്രസിന്റെ ആരും മത്സരിക്കാനില്ല. കോൺഗ്രസിന്റെ 4ാം സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ പോലും രാഹുൽ ഗാന്ധി അമേഠിയിലും ഇല്ല, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി ഇല്ല. ഇത് എന്താണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസ് മുഴുവനായിട്ടും നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ് സാറേ. പിന്നെ ധനുഷേ, ഉം. ഞാൻ കോൺഗ്രസിന്റെ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ടല്ല ഇരിക്കുന്നത്. കോൺഗ്രസിനെ വെള്ളപൂശാനും ശ്രമിക്കുന്നില്ല. ഇവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കോൺഗ്രസിനൊരു ക്ഷയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി. പക്ഷേ പക്ഷെ കോൺഗ്രസ് കോൺഗ്രസ് തിരിച്ചു ഇല്ലാത്ത വരും. ഒരു ഭാരതം, കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതം ഇന്ത്യക്ക് ചിന്തിക്കാനാവുകയില്ല. ഉം. സ്വാതന്ത്ര്യത്തിന്റെ സമ്പാദനത്തിലായാലും സ്വാതന്ത്ര്യം ഉം. കിട്ടിയതിനു ശേഷമായാലും നിസ്സാരമായിട്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉം. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ ഉം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രായോഗികതയുടെ കലയാണ്. ഉം. ഇത് ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഉം. ഇപ്പോൾ ഉം. ഉം. ഒരു ഏറ്റവും സങ്കീർണമായ ഒരു കാലാവസ്ഥയിൽ, രാഷ്ട്രീയാവസ്ഥയിൽ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് BJPക്കെതിരായി ഒരു മുന്നണി കെട്ടിപ്പടുക്കുക എന്നതാണ്. ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയിൽ എല്ലാവരും ഒരുമിച്ച് നീങ്ങുകയാണ്. അപ്പോൾ ഉം. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിരത്തണം, ഐക്യം ഉം. ഊട്ടിയുറപ്പിക്കണം, പ്രാദേശിക ഉം. പാർട്ടികളുമായി ചർച്ച ചെയ്യണം. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഉം. ഗാന്ധി പ്രധാനമന്ത്രിയാകാനല്ല നിൽക്കുന്നത്, മറിച്ച് ഇവിടെ നിൽക്കുന്ന BJPയുടെ ഒരു രാഷ്ട്രീയ നയത്തിനെതിരായി പടപൊരുതുക എന്നതാണ് അദ്ദേഹത്തിന്റെ നയം. ഇവിടെ ഉം. 2 മുന്നണികളെ ഉള്ളൂ സത്യത്തിൽ. ഒന്ന് ഉം. കോൺഗ്രസിന്റെയും മറ്റൊന്ന് BJPയുടെയും. ആ കാലാവസ്ഥയിൽ ഇവിടെ എങ്ങനെയാണ് BJPയുടെ ഈ ഹിന്ദുത്വ അജണ്ടയുമായിട്ടുള്ള തേരോട്ടത്തെ തടഞ്ഞു നിർത്തി ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യതയും മതേതരത്വത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടും ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ സാറേ, ഹിന്ദുത്വ അജണ്ടയെ തടഞ്ഞു നിർത്തണമെന്ന് സാർ പറയുന്നുണ്ട്. അത് ഓക്കെ. പക്ഷെ ഈ ഹിന്ദുത്വ അജണ്ടയെ തടഞ്ഞു നിർത്തേണ്ട രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താണ് കാണിക്കുന്നത്? രാഹുൽ ഗാന്ധി അതേ ഹിന്ദുത്വ അജണ്ടയുടെ പാതയിലല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി അല്ല നമ്മൾ എന്താണോ കാണിക്കുന്നത് അതുപോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോ. നരേന്ദ്രമോദിയുടെ ചൂട് പിടിച്ചാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നത്. അതാണ് എന്റെ ചോദ്യം. ധനുഷ്, അതല്ല ശരി. കാരണം ഉം. രാഹുൽ ഗാന്ധി അങ്ങനെ ഹിന്ദുത്വ അജണ്ടയുമായിട്ടല്ല പോകുന്നത്. ഇന്ത്യയുടെ ഉം. ഭൂമിശാസ്ത്രപരമായി, വംശശാസ്ത്രപരമായി ഇവിടെ 70% ഹിന്ദുക്കളാണ്. ഉം. അപ്പോൾ ഹിന്ദുക്കളുടെ വികാരത്തെ വെട്ടിമുറിച്ചുകൊണ്ട് പോകുന്നത് അല്ല ശരി. അപ്പൊ ഹിന്ദു വികാരത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെയും ഒരുമിപ്പിക്കണം, സമന്വയിപ്പിക്കണം. അതിനാണ് ഉം. രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അല്ലാതെ ഓരോ വാക്കും ഓരോ വാചകവും അടർത്തിയെടുത്ത് അത് രാഹുൽ ഗാന്ധി രാജ്യത്തിനെതിരായി, ഹിന്ദുത്വത്തിനെതിരായി വാദിക്കുന്നു എന്ന് പറയുന്നതിലല്ല ശരി. ഉം. ഹിന്ദുത്വം ഇന്ത്യയുടെ ഒരു ഭാവി പാകധേയമാണ്. ഇന്നലെയും അതെ, ഇന്നും അതെ. പിന്നെ മഹാത്മാഗാന്ധിയാണ് ഇതിനെ തടഞ്ഞു നിർത്തിയത്. എങ്ങനെയെന്നാൽ ഇവിടെ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാതെ പോകാനാവുകയില്ല. പാകിസ്ഥാൻ വെട്ടിമുറിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടെ അവശേഷിച്ച ഹിന്ദുക്കളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കണമെന്ന് വാദിച്ചവരാണ് അന്നത്തെ മന്ത്രിസഭയിലും നേതൃത്വത്തിലും ഉണ്ടായിരുന്നവർ. പട്ടേൽ അങ്ങനെ വാദിച്ചു, മഹാത്മാഗാന്ധിയും വാദിച്ചു. രാമരാജ്യത്തിന് വേണ്ടി വാദിച്ചിരുന്നു സാർ. മഹാത്മാഗാന്ധി രാമരാജ്യത്തിന് വേണ്ടി വാദിച്ചിരുന്നല്ലോ. രാമരാജ്യം എന്ന് പറയുന്ന അത് ഈ ഉം. സിംബോളിക്കാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രാമവർണ്ണത്തെ അല്ല സാറേ, വിട്ടുകൊണ്ട് ഒരൊറ്റ കാര്യം. മഹാത്മാഗാന്ധി പറയുന്ന രാമരാജ്യം സിംബോളിക്കും, നരേന്ദ്രമോദി, പോകാൻ യോഗി ആദിത്യനാഥ് ഇവര് പറയുന്ന രാമരാജ്യം ഹൊറിബിളും ആകുന്നത് എങ്ങനെയാണ് എന്ന് സാർ എനിക്കൊന്ന് വ്യക്തമാക്കി തന്നെ. കാരണം എനിക്കത് മനസ്സിലാകുന്നില്ല. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ, ഹിന്ദുവിസത്തിന്റെ ഇടയിൽ ഒന്നേ ഉള്ളൂ,
അതൊരു രാമരാജ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നേ ഉള്ളൂ. പക്ഷെ അതൊരു മഹാത്മാഗാന്ധി പറയുന്ന രാമരാജ്യം, നരേന്ദ്രമോദി പറയുന്ന രാമരാജ്യം എന്ന് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. രണ്ടും രണ്ടാണ് ധനുഷേ. ഇപ്പൊ ആ ഉദാഹരണത്തിന് ആ മഹാത്മാഗാന്ധി കണ്ടത് ഉം, രാമരാജ്യം. ഉം, രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു രാജാവ്, ആദികാവ്യമായ വാൽമീകിയുടെ രാമായണം, ആ ഉം, രാമായണത്തിലെ കഥാപുരുഷനെയാണ് അദ്ദേഹം ഉം, എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്നത്. മരിച്ചപ്പോൾ പോലും അലേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെടിയേറ്റ് ചോര ചിന്തി വീണത്. അപ്പോൾ അത് അതെ അതെ. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഉം, രാമരാജ്യം എന്ന് പറയുന്നത് കൊണ്ട് കോൺഗ്രസിനെ ഒഴിച്ചു നിർത്താനോ മോദിയെ ഒഴിച്ചു നിർത്താനോ ആവുകയില്ല. അദ്ദേഹത്തിന് ഈ വികാരവും ഈ രാജ്യത്തിന്റെ സങ്കല്പവും അറിയാവുന്നത് കൊണ്ടാണ് രാമക്ഷേത്രം, രാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വരുന്നത്. ഇവിടെ അതേ മഹാത്മാഗാന്ധി നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അയോധ്യ രാമക്ഷേത്രത്തിനെ എതിർക്കുമായിരുന്നു എന്ന് സാർ വിചാരിക്കും? അല്ല, രാമക്ഷേത്രത്തെ എന്തിനാ എതിർക്കുന്നത്? ആ രാമക്ഷേത്രത്തെ ആ എതിർക്കണ്ട എന്നാണ് എന്റെ വാദം. കാരണം ഓക്കെ ഓക്കെ രാമക്ഷേത്രം ആ ഒരു സത്യമായി ഒരു മിഥ്യ അതെ അതെ അല്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ രാമക്ഷേത്രത്തെ എതിർത്തിട്ട് കാര്യമില്ല. രാമക്ഷേത്രത്തിൽ ഉം, പോകണം, പറ്റിയാൽ ഞാനും പോകും. കാരണം ഉം, ഉം, രാമക്ഷേത്രം ഇവിടെ ഇന്ത്യയുടെ സങ്കല്പത്തിൽ നേരത്തെ മുതൽ ഉം, ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ആ രാമക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മതപരമായി, വികാരപരമായി, രാജ്യതാല്പര്യമനുസരിച്ച് അവിടേക്കുള്ള ഒഴുക്കാണ്, ജനങ്ങളുടെ ഒഴുക്കാണ്, ഒരു വികാരധാരയുടെ ഒഴുക്കാണ്. അതിനെ എതിർത്തുകൊണ്ടോ അതിനെ ഖണ്ഡിച്ചുകൊണ്ടോ നിലനിൽപ്പുമില്ല. ഞാനിത് അതെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ രാമരാജ്യത്തിന്റെ പേരിൽ, രാമന്റെ പേരിൽ, രാമക്ഷേത്രത്തിന്റെ പേരിൽ എതിർക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുകയുണ്ടായി. ഉം, ഉം, കണ്ണടച്ച് ഇതിനെയൊക്കെ സാധൂകരിക്കാനും എതിർക്കാനും പോകുന്നതല്ല ബുദ്ധി. എങ്ങനെയാണ് ഉം, ഇതിനെ സമന്വയിപ്പിക്കാൻ കഴിയുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്. ജനവികാരം ഉം, ഉം, എങ്ങനെയാണ്, ആർക്ക് അനുകൂലമായിട്ടാണ്, ആർക്ക് പ്രതികൂലമായിട്ടാണ് എന്ന് തോന്നുമ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു ദശാസന്ധിയിലാണ് ജനം നിൽക്കുന്നത്, രാജ്യം നിൽക്കുന്നത്, ആശയങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഉം, BJP-യുടെ ഒരു നയം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. BJP-ക്ക് അധികാരത്തിൽ നിൽക്കണം, ഒരു കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കണം എന്നാണ് അവരുടെ സങ്കല്പം. അതല്ല ഇവിടെ അതെ ആവശ്യം. BJP മുക്ത ഭാരതം ഉണ്ടാക്കാനല്ല കോൺഗ്രസും ശ്രമിക്കേണ്ടത്, ഉം, മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഉം, മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇപ്പൊ ഉന്നയിച്ച ഈ വിഷയം ഉന്നയിച്ചത് പോലും ദേശാഭിമാനിയാണ്. അതിനു അതെ മുമ്പ് അതെ 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 ഇതല്ല ചർച്ചാ വിഷയം. ഇത് മാത്രമല്ലല്ലോ, എത്രയോ വിഷയങ്ങളുണ്ട്. പൗരത്വ ഭേദഗതി ബിൽ, ആ പൗരത്വ ഉം, ഭേദഗതി ബിൽ ഇവിടെ നേരത്തെ മുതൽ ആളുകൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഉം, പ്രശ്നം പൗരത്വ ഭേദഗതി ബിൽ മുസ്ലിമിനെതിരാണ് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിമുകളുടെ വോട്ട് തേടാൻ ശ്രമിക്കുന്നത്. അതല്ല അതെ എന്റെ വാദം. ഞാൻ പറയുന്നത് ഈ ഈ ഈ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇതിനെ ഉം, നഖശിഖാന്തം എതിർക്കേണ്ടതായിരുന്നു. പല ഘട്ടങ്ങളിലും, ഇതിന്റെ പല ഘട്ടങ്ങളിലും ഈ പ്രതിപക്ഷങ്ങൾ പാർലമെന്റിനെ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ചൂടപ്പം ഉം, പോലെ പാർലമെന്റ് ഇത്തരം ബില്ലുകൾ പാസാക്കിയത്. അങ്ങനെ ഉം. ബില്ല് പാസാക്കുമ്പോൾ ഇവിടെ ഈ മുസ്ലിമുകൾക്ക് ഇവിടെ രക്ഷയില്ല എന്നാണ് ഇപ്പോൾ കേരളത്തിലെ സാറേ മുഖ്യമന്ത്രിയും നാട് നടന്ന് നമ്മള് പ്രസംഗിക്കുന്നത്. നമ്മൾ അത് അതിനെപ്പറ്റി സാറ് നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്റെ എക്സാക്ട് ആയിട്ടുള്ള ചോദ്യം സാറ് ഇതിലേക്ക് വന്നതുകൊണ്ട് പറയണേ, നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പൗരത്വ ഭേദഗതി നിയമ ബില്ല് എതിർക്കാനുള്ള കെൽപ്പുണ്ടെന്ന് സാറ് ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു അധികായൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം ഒരു അധികായൻ ഇപ്പോ ഭരണം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കാരണം സാറ് പറയുന്ന ഇന്ത്യ മുന്നണിക്കായിരുന്നാലും കോൺഗ്രസ് മുന്നണിക്ക് കോൺഗ്രസിനായിരുന്നാലും ഇപ്പൊ ഒരു നാഥനില്ലാ കളരിയാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലുള്ള പല ആൾക്കാർക്കും, കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണി അവർ കെട്ടിപ്പടുത്തു. ഇന്ത്യ മുന്നണി കെട്ടിപ്പടുത്ത് രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് രണ്ട് നടത്തം നടന്നപ്പോഴേക്കും ഇന്ത്യ മുന്നണിയുടെ നട്ടം തൊടിഞ്ഞ് താഴെ വീണില്ലേ?
നിതീഷ് കുമാർ പോയില്ലേ? നിതീഷ് കുമാർ പോയി ബീഹാറിൽ BJP അധികാരത്തിലെത്തിയില്ലേ? അപ്പോ ഇന്ത്യ മുന്നണിയും തകർന്നു, സകലതും തകർന്നു. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പോലും ഇല്ലാത്ത ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറി. അതിനുശേഷം ഇത് അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്നു, റായ്ബറേലിയിൽ ഇപ്പൊ മത്സരിക്കാൻ ആളില്ല. എന്താണ് കോൺഗ്രസ് തകരണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഒരു കെൽപ്പില്ലാത്ത ഒരു മനുഷ്യനായി അധപ്പതിക്കുന്നതിന്റെ സങ്കടം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പ്രശ്നം? രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക സ്റ്റൈലിന്റെ, ഒരു പ്രത്യേക പ്രവർത്തന ശൈലിയുടെ ഒരു പ്രതീകമാണ്. അപ്പൊ അദ്ദേഹം ആണ് ആദ്യമായി ഇന്ത്യ മുഴുവൻ നടന്നു കാണാൻ, അത് ഗാന്ധിയോട് ഗോഖലെ പോലും പറഞ്ഞതാണ് ഇന്ത്യ മുഴുവൻ നടന്ന് കണ്ടിട്ട് വരാൻ. അതുപോലെ ഇദ്ദേഹം നാട് ഒരുപോലെ നടന്ന് ഗ്രാമത്തിലും പട്ടണങ്ങളിലും പോയി ജനങ്ങളെ കണ്ട് നീങ്ങുകയായിരുന്നു. ഇതിന്റെ ഫലം 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പ്രവചിക്കാനാവുകയുള്ളൂ. അതുവരെ രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണിച്ചത് കൊണ്ടോ എഴുതി തള്ളിയത് കൊണ്ടോ കാര്യമില്ല. അദ്ദേഹം ഒരു പ്രായോഗിക രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണിക്കുന്നില്ല, രാഹുൽ ഗാന്ധി എഴുതി തള്ളുന്നില്ല. ഇതാണ് BJPയുടെ ലക്ഷ്യം. കാരണം നമ്മൾ രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണിക്കാതെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷത്ത് ഒരു പ്രതിപക്ഷ നേതാവായി നിലയുറപ്പിക്കണം. ഇതാണ് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ വേറൊരു പ്രതിപക്ഷ നേതാവ് വരാൻ പാടില്ല. എന്റെ ഒരു ചോദ്യം, രാഹുൽ ഗാന്ധിയെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള നേതാക്കളുള്ള ഈ പാർട്ടിയിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കുടുംബാധിപത്യത്തിന്റെ ഒരു 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 വിഴുപ്പ് പാണ്ഡം പേറി രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നു? രാഹുൽ ഗാന്ധിയെ നമുക്ക് അവിടെ രാഹുൽ ഗാന്ധി അവിടെ നിന്നോട്ടെ, പക്ഷെ അവിടെ രാഹുൽ ഗാന്ധിയെക്കാട്ടിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ BJPയെ ഇതിലും ഭംഗിയ, കാരണം കോൺഗ്രസിന്റെ വേരുകൾ ഇതുവരെ നശിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വേരുകളെ പിഴുതു കളയാൻ ഇതുവരെ BJPക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു ആശയം അവർ മുന്നിൽ വെച്ചിട്ട് അതിന് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിഗംഭീരമായിട്ടുള്ള വേരുകൾ കോൺഗ്രസിന് പല സ്ഥലങ്ങളിലുമുണ്ട്. ഉദാഹരണം നമുക്ക് കേരളത്തിൽ എടുക്കാം. കേരളത്തിൽ കോൺഗ്രസ് ഗംഭീരമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസിനെ അവർ എങ്ങനെ തകർക്കും? BJP കോൺഗ്രസ് കേരളത്തിൽ തകർക്കണമെങ്കിൽ കോൺഗ്രസിലുള്ള പല ആൾക്കാരെയും BJPയിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് കോൺഗ്രസ് അണികളുടെ മുഴുവനും ആത്മവിശ്വാസം ചോർത്തി കളയാണ്. നാളെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു അണി പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കും ഇയാൾ BJPയിൽ പോയാലോ. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയം. ഇത്രയും ചെയ്ത ശേഷം അവർ കാത്തിരിക്കും. CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കും തോറും നശിക്കുന്ന പാർട്ടിയാണ്. CPM നാളെ നശിക്കുകയും കോൺഗ്രസിന്റെ ജനങ്ങൾ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ BJPയാണ്. അവരങ്ങനെ കയറി വരാനുള്ള ഒരു സാധ്യത വളരെ വലിയ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തില് വർഷങ്ങളുടെ ഒരു സ്ട്രാറ്റജി, വർഷങ്ങൾ അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്നാലും സാറിന് അറിയാമല്ലോ, 92 ബാബറി പൊളിച്ചിട്ട് അവർക്ക് 93 അവിടെ രാമക്ഷേത്രം പണിയാമായിരുന്നു. വാജ്പേയി സർക്കാർ വന്നപ്പോ പണിയാമായിരുന്നു. അവർക്ക് നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ടേം വന്നപ്പോ പണിയാമായിരുന്നു. പക്ഷെ അവര് സുപ്രീം കോടതിയെ കൊണ്ട് അവർ തീരുമാനം എടുപ്പിച്ചു. അതാണ് അവരുടെ കാത്തിരിക്കാനുള്ള ആ ഒരു സഹനശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്നു, രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തു, രാഹുൽ ഗാന്ധി ചായക്കടയിൽ കയറി ചായ കുടിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കേതികത്വം അത് നമ്മൾ എന്തായാലും പരിശോധിക്കണ്ടേ സാറേ? എന്തായാലും നമുക്കത് ചെയ്യണം. കാരണം രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഒന്നും ആകാൻ സാധിക്കുന്നില്ല. അല്ല, ധനുഷ് ഇപ്പോ ഒരു രാഹുൽ വിരുദ്ധനായി സംസാരിക്കുന്നത് പോലെ രാഹുലിന്റെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ ഇപ്പോൾ പ്രതിപക്ഷം വളരെ, കാരണം ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് പോകും. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇതുവരെ ഒരു നേട്ടവും ഉണ്ടായതായി എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി അവിടെ പ്രഗത്ഭനായിട്ടുള്ള നമ്മളൊക്കെ ഇതിനെ കാണുന്നത് വ്യക്തിപരമായിട്ടാണ്, ആപേക്ഷികമായിട്ടാണ്. ഇതല്ല, ഒരു രാജ്യം കാണുന്നതും ജനങ്ങൾ കാണുന്നതും ആശയം കാണുന്നതും ലോകം കാണുന്നതും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാഥാർത്ഥ്യമാണ്, നമ്മൾ വിഗണിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ശശി തരൂരിന്റെ മുമ്പിൽ നിർത്തിക്കൂടാ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊന്നും കാലത്തിൽ ചേർന്നതല്ല. ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കണം, പാർട്ടികൾ മുഴുവൻ അംഗീകരിക്കണം. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ട്, നേതാക്കന്മാർ തമ്മിൽ, ആശയങ്ങൾ തമ്മിൽ. ഇത് തീവ്രവാദമുണ്ട്, മൃദുവാദമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വരണ്ടേ? എല്ലാം തകർന്ന് രാജീവ് ഗാന്ധി മരിച്ച് നിന്നപ്പോൾ സ്വർണ്ണ താലത്തിൽ അധികാരം കൊണ്ട് സോണിയാഗാന്ധിയുടെ മുമ്പിൽ വെച്ചപ്പോൾ സോണിയാഗാന്ധി ഇത് വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. ഒരു കാര്യം എല്ലാം അംഗീകരിക്കുന്ന ഒരു നേതാവ് വേണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. കാരണം കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിന് സാറിന് തർക്കമുണ്ടോ? രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം കോൺഗ്രസ് പിള്ളേരും പല പാർട്ടികളായി കോൺഗ്രസ് മാറും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു കരുത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴും പിളരാതെ നിൽക്കുന്നത് എന്ന് ഞാൻ അംഗീകരിച്ചു തരാം. കാരണം കോൺഗ്രസ് കുടുംബാധിപത്യമാണ് നടന്നത്.
ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞ ധനുഷ് എന്താ അർത്ഥമാക്കുന്ന? ധനുഷ് ഇപ്പൊ ഒരു സംഖ്യയെ പോലെയാണ് സംസാരിക്കുന്നത്. അതല്ല ധനുഷ്. ഇവിടെ വേണ്ടത് കുടുംബാധിപത്യം എന്ന് പറയുന്നത് BJP ആണ്. അങ്ങനെ ഒരു കുടുംബാധിപത്യം നിലനിർത്തിക്കൊണ്ട് പോകാനാവുകയില്ല. പക്ഷേ ഒരു ഇമേജ് വേണ്ടേ? ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഈ എന്തുകൊണ്ടാണ് മോട്ടിലാൽ നെഹ്റുവിനെ മുതൽ ജവഹർലാൽ നെഹ്റുവിനെ മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇപ്പോൾ ഈ തലമുറയിൽ നിൽക്കുന്നു? ഈ തലമുറയോട് ജനങ്ങൾക്ക് അടങ്ങാനാവാത്ത ഒരു പ്രതിപത്തിയുണ്ട്, അടങ്ങാനാവാത്തൊരു സ്നേഹമുണ്ട്. അവരെ തന്നെ വേണം എന്ന് പാർട്ടിയും ജനങ്ങളും നിശ്ചയിക്കുന്നത് കൊണ്ടാണ് ഇവർ പോകുന്നത്. അല്ലാതെ ഒരു രാജാവ് പോയി അടുത്ത രാജാവ് വരുന്നത് പോലെ അല്ല. കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് ഇതിനെ മുഴുക്കെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ അങ്ങനെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റില്ലായിരുന്നു. ഒരൊറ്റ വാദമേ ഉള്ളൂ. ഞാൻ നിർത്തി. അല്ലല്ല, ഈ അമേഠിയിൽ നിന്ന് തോറ്റു, അത് യാഥാർത്ഥ്യമാണ്. എത്ര പേര് തോറ്റു? AKG തോറ്റില്ലേ? AKG മത്സരിച്ചപ്പോൾ തോറ്റില്ലേ? രാമേന്ദ്രൻ കടന്നപ്പള്ളി ജയിച്ചോണ്ട് വന്നിട്ടില്ലേ? അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചു വന്നിട്ടില്ലേ? അപ്പൊ ഇവിടെ ആളുകൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നതല്ല. ഇവര് മാറി നിന്നിട്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയില്ലേ? നരസിംഹറാവുവിന് എതിരായിട്ട് കളങ്ങൾ നീക്കിയപ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു. ശ്യാം പ്രസാദ് മുഖർജിയെ നിർത്തിയിരുന്നെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാകുമായിരുന്നു എന്ന് വ്യക്തിപരമായി നിശ്ചയിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അതല്ല. ഇവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണ് അനുകൂലിക്കുന്നത്, ആരെയാണ് എതിർക്കുന്നത്? ഇപ്പൊ തന്നെ അവർ ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിനിടയിൽ അവരുടെ മുഖ്യ ശത്രു ആരാണ്? BJP ആണോ കോൺഗ്രസ് ആണോ? അപ്പൊ സ്വാഭാവികമായി കേരളത്തിൽ ഇരട്ടത്താപ്പ് നയവും ബാക്കിയുള്ളിടത്ത് വേറൊരു നയവും സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനനുസൃതമായി മുന്നോട്ട് പോകുന്നതിന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ്. ഇപ്പൊ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച രാഹുൽ ഗാന്ധി ഇവിടെ വിട്ടുപോകുമ്പോൾ പറയും വയനാട്ടിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണെന്ന് പറയും. അതല്ല, ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുകയും അവിടെ മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ ഒരു രാഹുൽ തരംഗമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം കൊയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഓടിച്ചാടി വരുന്ന ഒരു പ്രകൃതക്കാരിയല്ല. പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കണമായിരുന്നെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ മത്സരിക്കാമായിരുന്നു, വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് പോകാമായിരുന്നു. അപ്പൊ അതൊന്നും പോവാതെ അവർ ഈ പാർട്ടിയുടെ പിന്നിൽ ഈ മുന്നണിയെ കരുപ്പിടിപ്പിക്കാനുള്ള അഗാധമായ ശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞല്ല ഇതിനെ കാണേണ്ടത്. അവർ ഇതിനകത്ത് ഇന്ത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ, പാർട്ടികളെ ഒരുമിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുലും പ്രിയങ്കയും സ്വീകാര്യരാണ്. അവർ എവിടെ പോയാലും ഒരു ക്രൗഡ് പുള്ളേഴ്സ് ആണ് അവർ. ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വാജ്പേയിക്ക് കഴിയുന്നത് പോലെ തന്നെ ഈ രംഗത്ത് ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. അപ്പോൾ ജനകീയരായ ആൾക്കാരുടെ ഒരു മുഖം കൊടുക്കാനും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കഴിയണം. അപ്പൊ അതിനാവശ്യമായ തരത്തിൽ ഇനിയെങ്കിലും ഒരു കെട്ടുറപ്പുള്ള പ്രതിപക്ഷം വേണം. പ്രതിപക്ഷത്ത് നമുക്കാരുമില്ല, പ്രതിപക്ഷ പാർട്ടി നേതാവെന്ന് പറയാൻ ആരുമില്ല. കാരണം അതിന് അംഗീകാരമില്ല, അംഗബലമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ആരെയൊക്കെയാണ്? മന്ത്രിമാരെ, MLA-മാരെ, പാർട്ടി നേതാക്കളെ മുഴുവൻ നിർത്തിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ അംഗീകാരം വേണമെങ്കിൽ അതിനാവശ്യമായ വോട്ടിംഗ് ശതമാനം ഉണ്ടാവണം. ആ വോട്ടിംഗ് ശതമാനം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവുകയില്ല. അപ്പൊ ഇവിടേക്ക് ഈ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്നത് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇവർ ഒളിച്ചോടി എന്നല്ല പറയേണ്ടത്, അവർ താത്കാലികമായി മാറി നിൽക്കുന്നു. ഒരടി പിന്നോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടടി മുന്നോട്ട് പിന്നീട് വെക്കാൻ കഴിയും. ആ തരത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ
ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബാലേന്ദ്രൻ സാർ പറയുന്നത്. അതായത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ് ബാലേന്ദ്രൻ സാർ പറയുന്നത്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, കോൺഗ്രസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം കോൺഗ്രസിന് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും BJPക്ക് കോൺഗ്രസിനെ നിലനിർത്തണ്ട എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ തന്നെ അവർ പ്രതിപക്ഷത്ത് പ്രതിഷ്ഠിക്കും. വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുപോകാനേ അവർ ശ്രമിക്കത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ബാലേന്ദ്ര സാറെ വളരെയധികം സന്തോഷം. ഞാൻ സംഖ്യയൊന്നുമല്ല, ഞാൻ കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. നമുക്ക് വേറൊരു ചർച്ചയിൽ നമുക്ക് ഗംഭീരമായിട്ട് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.